കോഴിക്കോട് വീണ്ടും മഴ കനക്കുന്നു. നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷം. മലയോര മേഖലയിലും മഴ ശക്തമാണ്. വിവരങ്ങളുമായി റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, കോഴിക്കോടും ശക്തമായ മഴ തുടരുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ. കോഴിക്കോട് വീണ്ടും മഴ കനക്കുന്നു. നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷം. മലയോര മേഖലയിലും മഴ ശക്തമാണ്. വിവരങ്ങളുമായി റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, കോഴിക്കോടും മഴ ശക്തമാവുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കൂടുതൽ വിവരങ്ങൾ. അതിര കോഴിക്കോട് ഒറ്റപ്പെട്ട മഴ ആണ് ഇപ്പോൾ, ശക്തമായ ഒറ്റപ്പെട്ട മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായ ഒരു മഴയാണ് പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പങ്കുവയ്ക്കാനുള്ളത്, ഏറ്റവും പുതിയ ഒരു വിവരം പങ്കുവയ്ക്കാനുള്ളത്, കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കക്കയം ഡാമിലെ ജലനിരപ്പ് 756.7 മീറ്ററായി ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജലനിരപ്പ് റെഡ് അലർട്ട് ലെവലായിട്ടുള്ള 758 മീറ്റർ എത്തിയാൽ ഡാമിലെ അധിക ജലം തുറന്നുവിടേണ്ട ഒരു സാഹചര്യം വരും. അതുകൊണ്ട് കുറ്റ്യാടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നൽകുന്നുണ്ട്. അതായത് ഈ കക്കയം ഡാമിൽ നിലവിൽ 756.7 അടി ജലനിരപ്പാണുള്ളത്. അത് 758 ആയിക്കഴിഞ്ഞാൽ, അതായത് നിലവിലെ ഈ ഒറ്റപ്പെട്ട മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കക്കയം ഡാമിന്റെ ഷട്ടറുകൾ തുറക്കേണ്ടുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് ജനങ്ങളെല്ലാം തന്നെ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. മറ്റൊന്ന്, കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുള്ളതും അടുത്ത 3 മണിക്കൂറിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, മലബാറിലെ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും 40 മുതൽ 60 വരെ മണിക്കൂറിൽ 40 മുതൽ 60 വരെ കിലോമീറ്റർ വേഗതയിൽ വളരെ ശക്തമായ കാറ്റും വീശാനുള്ള ഒരു സാധ്യതാ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിലും ജനങ്ങൾ, പ്രത്യേകിച്ച് പുറത്ത് ഇറങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്നും വരുന്നു. ഇപ്പോഴും മഴ ശക്തമായി തുടരുകയാണ്. ഇന്നലെയും ഒപ്പം തന്നെ ഇന്നലെ രാത്രിയിലും എല്ലാം തന്നെ മഴയ്ക്കൊരു നേരിയ ശമനമുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്ന കോഴിക്കോട്, ഒപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളൊക്കെ പിന്നീട് ഓറഞ്ച് അലർട്ടിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും ശക്തമായ ഒരു മഴയിലേക്ക്, ഒറ്റപ്പെട്ട മഴയാണെങ്കിൽ കൂടിയും ശക്തമായ മഴയിലേക്ക് കോഴിക്കോടും എത്തിയിരിക്കുകയാണ്. ആതിര. ശരി റിയാസ്, കോഴിക്കോട് വീണ്ടും മഴ കനക്കുന്നു. നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മലയോര മേഖലയിലും മഴ ശക്തമാണ്. കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട്, കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള കക്കയം ഡാമിലെ ജലനിരപ്പ് 756.7 മീറ്ററായി ഉയർന്ന സാഹചര്യത്തിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്.